വെൽക്കം ബാക്ക് ടു സീറോസ് അമേസിംഗ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേട്ടൻ്റെ ഫോണിൽ എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ്. ഷോപ്പിംഗ് ചെയ്യുക എന്നതാണ് എൻ്റെ കണ്ടൻറ്റ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫോണായതുകൊണ്ട് തന്നെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ ഫോൺ പണി മുടക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. വേറെ ഏതോ ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എഡിറ്റിംഗ് സംഭവങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ്. പിന്നെ 10 മണിക്കാണ് നമ്മൾ നെസ്റ്റോയിൽ എത്തിയത്. 11 മണിയാകുമ്പോൾ നെസ്റ്റോ അടയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്യേണ്ടിയിരുന്നത്. കളി കാര്യമായി അപ്പൻ്റെ മീത്ത് വന്ന് നമ്മുടെ ട്രോളിയില്ലേ അത് ഇടിച്ചു. പിന്നെ കളി അങ്ങോട്ട് സീനായി മാറി. പിന്നെ അപ്പനെ അറിയാണ്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോ എടുത്തത്. പിന്നെ അപ്പനെ എണ്ണ എടുക്കണമെങ്കിൽ എല്ലാം ഭയങ്കര സെലക്റ്റീവായിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ ഒരു അരമണിക്കൂർ പോയി. പിന്നെ ഏതോ ഒരു എണ്ണ എടുത്ത് വെച്ചു. പിന്നെ അപ്പം തന്നെ പറയേണ്ടത് ഇത് വെക്കണമെന്ന് എനിക്കില്ല, എന്നാലും ഒരു 2 പാക്കറ്റ് ഇരിക്കട്ടെ എന്ന്. ഇപ്പം എന്തായിരിക്കുന്നു, എന്തായാലും ആട്ടെ. ഒരു ചില്ലാൻ ഡയറിയിൽ പോയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല അത്ര. ചേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ വെള്ളമില്ലാത്ത കാരണം തോന്നുന്നുണ്ട്, കടയിൽ കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ. ചേട്ടൻ്റെ പിന്നെ ഇത്തിരി കളിത്തമാശ കൂടുതലാണോ എന്നൊരു സംശയം. ഈടിയിട്ട് ഇത്തിരി കൂടുണ്ട്. നമ്മൾ ചിക്കൻ സൈഡ് പോയി, പക്ഷേ ചിക്കൻ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബീഫിൻ്റെ സൈഡിലോട്ട് വീണ്ടും പോയി. നമ്മൾ നെസ്റ്റോയിൽ വന്നാൽ മറക്കാതെ വാങ്ങുന്നൊരു സാധനമാണ് ബീഫ് അല്ലെങ്കിൽ മീൻ നല്ലത് കിട്ടാത്തതുകൊണ്ട് ബീഫിൻ്റെ സൈഡിലോട്ട് പോയി. അവിടെ കുറേ സ്വീറ്റ്സ് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു തരുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടി പറിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറയാം, നിനക്ക് വീഡിയോ എടുക്കാറില്ല, ഞാൻ എടുത്ത് കാണിച്ചു തരാമെന്ന്. എന്താ നോക്കണേ, എന്നെ അപമാനിച്ച് വിട്ടു. എന്നാലും കുഴപ്പമില്ല, ചേട്ടൻ്റെ ഫോണായതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയാനൊന്നും നിന്നില്ല, വേറെ പണിയില്ലല്ലോ എനിക്ക്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇത് ചില്ലും കൂട്ടിൽ കിടക്കണതാണ് വലിയ രസമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്താൽ ശരിയാവില്ല എന്ന്, നീ വീഡിയോ എടുത്താൽ മതി എന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നന്നായി. എൻ്റെ ഫേവറേറ്റ് അഞ്ചീറാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ? എനിക്ക് അഞ്ചീർ കഴിക്കുമ്പോൾ എന്തോ പോലെയാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു തരുമെന്നാണ് ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. എന്തേലും ആവട്ടെ, കുറച്ച് മിക്സ്ഡ് ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോയി. പിന്നെ അവിടെ കറി വാങ്ങാൻ നിന്നപ്പോൾ അവിടെ ആരോ പകുതി കുടിച്ച് വെച്ചിട്ട് പോയിക്കണു. അതാകുമ്പോൾ പൈസയും കൊടുക്കണ്ട. എന്തൊരു ബുദ്ധിയല്ലേ. പിന്നെ പിക്കുള്ള സൈഡ് പോയി, മറ്റേ സൈഡ് പോയി, പിന്നെ മറ്റേ സൈഡ് പോയി, പിന്നെ വേറൊരു സൈഡ് പോയി. എൻ്റെ ദൈവമേ, എല്ലാ സൈഡും നടന്നങ്ങോട്ട് കണ്ടു. പിന്നെ നമ്മൾ കുറേ വട്ടം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുക്കും മൂലം എനിക്കറിയാം. പിന്നെ താഴെ കിടക്കുന്നൊരു, ഞാൻ തന്നെ കൊണ്ടിട്ടതാണ്, അത് വേറെ കാര്യം, അതെടുത്ത് വെച്ചു. ഞാൻ എൻ്റെ കൈ തട്ടി വീണതാണ്. പിന്നെ മിറർ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അവിടെ പോയി വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ഈ നെഗ്ലറ്റ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ അപ്പം പറഞ്ഞു എടുത്ത പാടെ തിരിച്ചു വെച്ചോളെ. പിന്നെ മാഗിയുടെ സൈഡ് പോയിട്ട് കുറേ അപ്പനോട് പറഞ്ഞു, മാഗിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പം പറഞ്ഞു ഇനി കഴിക്കണ്ടെന്ന്. എന്താ ഇപ്പം സ്ഥിതി. ഇനി നമുക്ക് മുകളിൽ പോവാം. മുകളിൽ പോണ സമയത്താണ് ഞാൻ ഈ കുനാഫ കണ്ടത്. പക്ഷെ അപ്പം പറഞ്ഞു അതത്ര ടേസ്റ്റ് ഇല്ല, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന്. അങ്ങനെ ചേട്ടനെ കൊണ്ട് മൊത്തം പണിയെടുപ്പിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേണമെങ്കിൽ സഹായിക്കാട്ടാന്ന് പറഞ്ഞു, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ സഹായം ചേട്ടന് താല്പര്യമില്ല. കുഴപ്പമില്ല, നമ്മൾ മുകളിൽ പോയി. പിന്നെ അവിടെ കുറേ സംഭവങ്ങളൊക്കെ എടുക്കണ്ടേന്നു. അപ്പോൾ പറയാം ഈ ഡൈപ്പർ എടുത്തോളാൻ. ചേട്ടാ, അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ തിരിച്ചു വെച്ചു. വീഡിയോ എടുക്കണേൻ്റെ തിരക്കില്ല, എനിക്കത് ഡൈപ്പറൊന്നും മനസ്സിലായില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അതവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നടന്നു പോയി നമ്മളെങ്ങോട്ടെത്തി. നമ്മൾ തിരിച്ചത് അവിടെ തന്നെ പോയി. നമ്മൾ സോപ്പൊക്കെ എടുത്തു. പക്ഷെ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി പറയാം പെട്ടെന്ന് ഇറങ്ങി പോകാൻ, ഷോപ്പ് പടയ്ക്കുന്നു. ശരി, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര കൂളായതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുകയാണ്. ഈ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പെട്ടെന്ന് ഇറങ്ങി പോവോ എന്ന് വരെ ചേച്ചി ഇംഗ്ലീഷിൽ ചോദിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് പോയി ബില്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട അടച്ചുട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ആ ലൈറ്റൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്തു. എന്തപ്പോൾ ഇത്. എന്നാലും കുറച്ചില്ലേ, നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് സൈഡിലേക്ക് പോയിട്ട് വീണ്ടും വീഡിയോ ഒക്കെ എടുത്തുട്ടോ. ഇത് ഇൻട്രോ എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ.